അമിത്ഷാ എത്തിയിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ഓഫീസ് ഉദ്ഘാടനത്തിന് വേണ്ടിയാണ്. ഇവിടെ ബി.ജെ.പിയുടെ മുൻ അധ്യക്ഷൻ കെ.ജി. മാരാരുടെ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്യും. അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ മുറ്റത്ത് അദ്ദേഹം വൃക്ഷത്തൈ നടും. അങ്ങനെ ചെറിയൊരു പരിപാടിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും പുത്തരിക്കണ്ടം മൈതാനത്ത് വലിയൊരു നേതൃസംഗമത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ പോകുന്നത്. ബി.ജെ.പിയുടെ നേതാക്കൾ ഇപ്പോൾ അമിത്ഷായെ സ്വീകരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. എല്ലാ പ്രമുഖ നേതാക്കളും എത്തിയിട്ടുണ്ട്. കുമ്മനം രാജശേഖരൻ, വി മുരളീധരൻ, പ്രകാശ് ജാവ്ദേക്കറും സ്ഥലത്തുണ്ട്. കെ സുരേന്ദ്രൻ, പി.കെ. കൃഷ്ണദാസ്, അങ്ങനെ തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം, സി.കെ. പത്മനാഭൻ, അങ്ങനെ സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ പ്രധാന മുഖങ്ങളെല്ലാം അമിത്ഷായെ സ്വീകരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. പുതിയ ഭാരവാഹികളെ ഇന്നലെയാണ് ബി.ജെ.പി തെരഞ്ഞെടുത്തത്. ഭാരവാഹികൾ എല്ലാവരും അമിത്ഷായെ സ്വീകരിക്കാൻ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിന് ശേഷം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കും. അതിനായി അമിത്ഷാ എത്തുകയാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്തു കാട്ടുവാനുമുള്ള ബി.ജെ.പിയുടെ തന്ത്രങ്ങളുടെ ഒരു തുടക്കം കൂടിയാവുകയാണ് അമിത്ഷായുടെ കേരള സന്ദർശനം. ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ച അതേ ദിവസം തന്നെയാണ് അമിത്ഷാ എത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് അമിത്ഷായുടെ ഈ സന്ദർശനത്തിന് ഉള്ളത്. തുടക്കത്തിൽ തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനായുള്ള തന്ത്രങ്ങൾ മെനയിലാവും. അതിൻ്റെ ഭാഗമായിട്ടാണ് പുത്തരിക്കണ്ടം മൈതാനത്ത് ബി.ജെ.പിയുടെ 4 ജില്ലകളിലെ വാർഡ് തല സംഗമം നടത്താൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലെ പ്രവർത്തകരും ഓൺലൈനായിട്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും. 11:30 മണിയോടുകൂടി പുത്തരിക്കണ്ടം മൈതാനത്ത് സമ്മേളനം തുടങ്ങും. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങ് ഒരു ചെറിയ ചടങ്ങായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിനായി അമിത്ഷാ എത്തിയിരിക്കുകയാണ്. ബി.ജെ.പിയുടെ എല്ലാ നേതാക്കളുമുണ്ട്. ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി നേതാക്കളുമായി ഇന്ന് അമിത്ഷാ കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്.